ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് മാർക്കറ്റിൽ കുറച്ച് കാലമായിട്ടുണ്ടായിരുന്ന ആ റാലി ഒന്ന് സബ്സൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്ന ഒരു സെറ്റപ്പിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് നമുക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് നമ്മൾ എത്തിയിരുന്നു. 24,500 താഴെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മാക്സിമം 500 മുതൽ 600 വരെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പ് ഉണ്ട്, പക്ഷേ തൊട്ട് താഴത്തെ ലെവലിൽ വെച്ചിട്ട് 25,500 എന്നുള്ള ഒരു സമാധാനപരമായ ഒരു ഏരിയ എത്തിയപ്പോഴേക്കും അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു എന്നാണ് വേണം കരുതാൻ. പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടില്ല, നടക്കാനുള്ള ഒരു ഏരിയയും ഇന്ന് ഗ്ലോബൽ ഡേറ്റ നോക്കിയാൽ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി കുറച്ചൊന്ന് വീക്കായി വരുന്നുണ്ട്. സോ ആ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഒരു അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലായിരിക്കും ഓപ്പൺ ചെയ്യുക. ഈ ഒരു ഗ്യാപ്പ് ഡൗണിൽ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയും കൂടെയാണ്, അപ്പോൾ എല്ലാവരും അവരവരുടെ പൊസിഷൻ കൂടെ ഒന്ന് ക്ലോസ് ചെയ്യുമ്പോഴേക്കും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കവിടെ പേഴ്സണലി ഉണ്ട്. ഇന്നലെ ഞാൻ ദേവയാനിയിലും വേറെ ഏതൊരു സ്റ്റോക്കിലും ഒക്കെ പൊസിഷൻ ക്ലോസ് ചെയ്തായിരുന്നു. അത് ഫാളായിട്ടല്ല, വെള്ളിയാഴ്ച ആയതുകൊണ്ട് അതങ്ങ് ക്ലോസ് ചെയ്യാം എന്ന് വിചാരിച്ചു. മൺഡേ നോക്കിയിട്ട് വേറെ ഒരുപാട് സ്റ്റോക്സ് റെഡി ആവാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതിൽ ബുക്ക് ചെയ്യാം, അതിൽ എൻട്രി എടുക്കാം എന്ന് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്നത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലെവൽസ് 240 വരെ അതൊരു സപ്പോർട്ട് ഏരിയ ആണ്. 240 ടു 25,500 വരെയുള്ള ലെവൽസ് ആയിരിക്കും സപ്പോർട്ടെന്ന് പറയുക. സപ്പോർട്ടെന്നല്ല, സൈഡ് വേസ് മാർക്കറ്റ് എന്നറിയുക. അപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും ഈ ഒരു ഏരിയയ്ക്ക് ഉള്ളിലായിരിക്കും നിൽക്കാൻ സാധ്യത. ലെവൽസ് എല്ലാം കൃത്യമായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിനനുസരിച്ചിട്ട് പൊസിഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അത്ര മാത്രമേ അവിടെ ഉള്ളൂ. ക്രൂഡ് ഓയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല ഒരു വോൾട്ടൈലിറ്റി തരുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് നോക്കിയാൽ അതിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു ബ്രേക്കൗട്ട് പോലെ വന്നിട്ട് തിരിച്ച് 2 പ്രാവശ്യം ബ്രേക്കൗട്ട് വന്നിട്ട് 5,700 അടുത്തേക്ക് അതിന് പോകാൻ പറ്റുന്നില്ല. 708 മേളിലാണെങ്കിൽ ഒരു നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ട്രെൻഡിലേക്ക് പോകാൻ പറ്റാണ്ട് വീണ്ടും ഒരു സ്ലൈഡിങ് മാർക്കറ്റ് ചെറുതായിട്ട് താഴേക്ക് തന്നെ അത് സ്ലൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ വരച്ച് വയ്ക്കുക. ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ട്രേഡ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ലെവൽസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മൺഡേ തൊട്ട് അവൈലബിൾ ആയിരിക്കും തിരിച്ച് വീണ്ടും. അപ്പോൾ അതുവരെ നിങ്ങളുടെ പൊസിഷൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. RVNLൊക്കെ സ്റ്റിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെയാണ്. സോ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തിങ്കളാഴ്ച കാണാം. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.